ഒരുക്കങ്ങൾ ഏതാണ്ട് 90% പൂർത്തീകരിച്ച് കഴിഞ്ഞു. ഋഷി മണ്ഡപത്തിൽ, സമാധി മണ്ഡപത്തിൽ എല്ലാ കാര്യങ്ങളിലും ഇനി പുഷ്പാലങ്കാരം മാത്രമേ ഉള്ളൂ. ബാക്കി കാര്യങ്ങളെല്ലാം ഏതാണ്ട് പൂർത്തിയായി കഴിഞ്ഞു. കഴിഞ്ഞ ഈ സ്ഥലത്താണ് ഗോപൻ സ്വാമി സമാധി ഇരുന്നത്. ആ സന്യാസിവര്യനെ, ആ സ്വാമിജിയെ ചില ആളുകൾ അദ്ദേഹത്തിൻ്റെ സമാധിയെ അവഹേളിച്ചതിന് ഫലമായിട്ട് ആ സമാധിയിൽ നിന്നും അദ്ദേഹത്തെ കൊണ്ടുപോയി പോസ്റ്റ്മോർട്ടം ചെയ്യുന്നൊരു രംഗം നമ്മൾ കണ്ടു. ഇത് ഹൈന്ദവ സമാജത്തിന് വളരെയേറെ വിഷമുണ്ടാക്കിയിട്ടുണ്ട്. അതെല്ലാം പരിഹരിച്ചുകൊണ്ട് ഒരു മഹാസമാധി എന്നുള്ള നിലയ്ക്ക് ഇന്ന് 2 മണിക്ക് ആറാലുമൂട് ആട്ടോമൊബൈൽസിൻ്റെ അവിടെ നിന്ന് സ്വാമിയുടെ സമാധി നാമജപയാത്ര ആരംഭിച്ച് 3 മണിക്ക് മുന്നേ ഈ സമാധി മണ്ഡപത്തിൽ എത്തിച്ചേർന്ന് ചെങ്കൽ ശിവപാർവതി ക്ഷേത്ര മഠാധിപതി മഹേശ്വരാനന്ദ സരസ്വതിയുടെ നേതൃത്വത്തിൽ ഇവിടെ സമാധി പൂജകൾ ആരംഭിച്ച് വേദമന്ത്ര ഉച്ചാരണത്തോടുകൂടി 3 മണിക്കും 4 മണിക്കും മധ്യേയുള്ള ശുഭമുഹൂർത്തത്തിൽ മഹാസമാധി ഇവിടെ നടക്കാൻ വേണ്ടി പോവുകയാണ്. അതിന് ഒരുക്കങ്ങളെല്ലാം ഏകദേശം 90% പൂർത്തിയായി കഴിഞ്ഞു. ഒരു വ്യത്യാസവുമില്ല. ആ സമാധി മണ്ഡപം അതിൻ്റെ കണക്ക് പ്രകാരം ഇപ്പോൾ ചെയ്ത് ആണ് സമാധി ഇരുത്തുന്നത്. അതിൻ്റെ കണക്ക് പ്രകാരം സന്യാസി വരുവന്മാരുടെ നിർദ്ദേശപ്രകാരം, ചെങ്കൽ മഹേശ്വരാനന്ദ സരസ്വതി സ്വാമിയുടെ നിർദ്ദേശപ്രകാരം സമാധിക്കുന്ന കണക്കുകളുണ്ട്. സമാധി മണ്ഡപം എത്രയാകണം, ആ കണക്കനുസരിച്ചാണ് അത് ചെയ്തിട്ടുള്ളത്. അതിൻ്റെ ക്രമീകരണങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നത്. അത് ഞാൻ പറഞ്ഞല്ലോ, ചെങ്കൽ മഹേശ്വരാനന്ദ സരസ്വതി അദ്ദേഹവും 4-5 സന്യാസി വര്യന്മാരും അദ്ദേഹത്തിൻ്റെ കൂടെ ഉണ്ടാവും. വേദമന്ത്രോച്ചാരണങ്ങളുടെയും ഒക്കെ